ജന്മാദ്യസ്യേതോന്യയാതിതരതച്ചാർത്തേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തിയത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോമുഷാദാന്നാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 2-ാം അധ്യായം 14 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ഭഗവാന്റെ ലീലകൾ സ്മരിക്കുന്നു ഉദ്ധവൻ. യസ്യാനുരാഗപ്ലുതഹാസരാസലീലാവലോക പ്രതിലബ്ധമാനാ വ്രജസ്ത്രീയോ ദൃഗ്ഭിരനുപ്രവൃത്ത ദിയോപതസ്തു കില കൃത്യശേഷ. ഭഗവാന്റെ ലീലകൾ കണ്ട് ആ വേണുഗാനം കേട്ട് ഗൃഹജോലികളെല്ലാം മറന്ന് മനസ്സിൽ വേറെ ഒന്നിനും സ്ഥാനമില്ല. ഈശ്വരൻ എന്നതൊഴിച്ചാൽ മറ്റൊന്നിനും സ്ഥാനമുണ്ടാവരുത്. ഭക്തൻ അങ്ങനെയാണ്. ആ രീതിയിൽ ഗോപികൾ എല്ലാ അവരുടെ പ്രവൃത്തികളും ഗൃഹജോലികളും വിട്ട് അവിടെ എത്തി. അത്തരത്തിലുള്ള ഭഗവാൻ നമ്മളെ വിട്ടുപിരിഞ്ഞു. ഭഗവാൻ വിട്ടുപിരിഞ്ഞതുകൊണ്ടാണ് ഈ അനർത്ഥങ്ങളൊക്കെ ഇന്ന് നമുക്ക് ഉണ്ടാവുന്നത്. ഭഗവാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ല. ഇപ്പം നടക്കുന്നതൊന്നും ധർമ്മത്തിനോ സത്യത്തിനോ നീതിക്കോ സൗഹാർദ്ദത്തിനോ നിരക്കുന്നതല്ല. എവിടെ നോക്കിയാലും വിദ്വേഷവും മത്സരവും കാപടവിശ്വാസവും മാത്രമേ കാണുള്ളൂ, അല്ലേ? എന്തുകൊണ്ടാണിത്? യഥാർത്ഥത്തിലുള്ള ഭഗവാൻ ഇവിടെ ഇല്ല. ഭാഗവതം തന്നെ പറഞ്ഞിരിക്കുന്നു, ഭഗവാൻ പോയതിന് ശേഷം കലിയുഗമാണ്. കലിയുഗത്തിൽ എന്തും അധർമ്മവും അസത്യവും നടക്കുള്ളൂ. ഭൂരിപക്ഷക്കാർ ചെയ്യണതൊക്കെ തെറ്റാവും. വളരെ ചെറിയ ആൾക്കാർ നല്ലത് ചെയ്യുള്ളൂ. സ്വശാന്തരൂപേഷിതരേ സ്വരൂപേർ അഭ്യർത്ഥ്യമാനേഷനുകമ്പിതാത്മാ പരാപരേശോ മഗദംശയുക്തോ ഹ്യജോഭിജാതോ ഭഗവാൻ യഥാഗ്നി അജ അഭി. ജനനം ഇല്ലാത്തവനെങ്കിലും ഭഗവാൻ ഈശ്വരൻ അഗ്നി യഥാ, അഗ്നിയെ പോലെ ഇതരൈ സ്വരൂപേഹി, ഇതരങ്ങളായ സ്വരൂപങ്ങളാൽ, ഏത് സ്വരൂപം വേണമെങ്കിലും ആവാം, അഭ്യർത്ഥ്യമാനേഷു പീഡിപ്പിക്കപ്പെടുന്ന, സ്വശാന്തരൂപേഷു തൻ്റെ ശാന്തരൂപന്മാരിൽ, കമ്പിതാത്മാ അനുകമ്പയുള്ള മനസ്സോടു കൂടിയവനായിട്ട്, പരാപരേശ സർവേശ്വരൻ മഹദംശയുക്ത മഹത്തായ അംശത്തോട് ചേർന്നവനായിട്ട്, അതായത് ബലരാമസഹിതനായിട്ട് എന്ന് ഇവിടെ എടുക്കാം, ജനിച്ചു. രാമനും കൃഷ്ണൻ്റെയും ജനനമാണ് പറയുന്നത്. സ്വശാന്തരൂപേഷിതരൈ സ്വരൂ, ജനനമില്ലാത്തവനാണെങ്കിലും തൻ്റെ ശാന്തസ്വരൂപത്തെ ശാന്തരൂപന്മാരിൽ അനുകമ്പയുള്ള മനസ്സോടു കൂടിയവനായിട്ട്. ആരിലാണ് ഭഗവാന്റെ അനുകമ്പ ഉണ്ടാവുക? സ്വശാന്തരൂപേഷു, ശാന്ത സ്വഭാവികളിലാണ്. അവനവന് സമാധാനം ഉണ്ടാവണം. ആ സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കാനും കഴിയണം. ഇതാണ് സ്വശാന്തരൂപേഷു. ഇതരേ, ഇതരങ്ങളായ സ്വരൂപങ്ങളാൽ, പല സ്വരൂപങ്ങളാൽ നടത്തേ ഉള്ളൂ. തൻ്റെ മനസ്സിന് ആദ്യം ശാന്തി ഉണ്ടാവണം, എന്നാലേ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അവനവൻ്റെ കയ്യിലുള്ളതല്ലേ വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റൂ. അത്തരക്കാർക്ക് ഗുണത്തെ ചെയ്യാനായിട്ട് അഭ്യർത്ഥമാനേഷ് അനുകമ്പിതാത്മാ, അനുകമ്പയുള്ള മനസ്സോട് കൂടിയിട്ട് ബലരാമനോട് കൂടിയിട്ട് ജനിച്ചു. പരാപരേശോ മഹദംശയുക്തോ ഹ്യജോബി, ജനിക്കാത്ത ആളാണ്. ശരിക്കും ഭഗവാന് ജനനം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല, ജനനമില്ല. അജൻ പറഞ്ഞാൽ ജനനമില്ല. ജാതോ ഭഗവാൻ യഥാഗ്നി, എന്നാലും ജനിച്ചു, അത്രയേ ഉള്ളൂ. ജനനമില്ലാത്തതായിട്ടുള്ള ഭഗവാൻ ജനനത്തെ എങ്ങനെയോ അനുവർത്തിച്ചു.
ശാന്തന്മാർക്ക് ഗുണത്തെ ചെയ്യാനായിട്ട് എന്ന് ഉദ്ധവൻ അനുസ്മരിക്കുന്നു. മാം ഖേദയത്യേതത് അജസ്യ ജന്മ വിഡംബനം യത് വസുദേവഗേഹേ പ്രജേശ വാസോരിഭയാദിവ സ്വയം പുരത്യവാസീത് യത് അനന്തവീര്യ. വസുദേവ ഗേഹേ, വസുദേവ ഭവനത്തിൽ. എവിടെ ജനിച്ചു എന്ന് ചോദിച്ചാൽ വസുദേവൻ അച്ഛനാണല്ലോ വസുദേവർ. ആ ഗൃഹത്തിൽ അജസ്യ ജനനരഹിതൻ്റെ ജന്മവിഡംബനം, ജന്മ അനുകരണം, ജനിച്ചു എന്ന് മറ്റുള്ളവരെ തോന്നിക്കൽ. ഭഗവാൻ ജനിച്ചിട്ടില്ല, വിവാഹവും കഴിച്ചിട്ടില്ല, ജരാസന്ധാദികളെ വധിച്ചിട്ടില്ല, രുക്മിണിയെ വിവാഹം കഴിച്ചിട്ടില്ല, 16,100 സ്ത്രീകളെ സ്വീകരിച്ചിട്ടില്ല, ഇവിടം വിട്ട് പോയിട്ടുമില്ല, വന്നാലല്ലേ പോണ്ടു. ഇതൊന്നും സത്യത്തിലുണ്ടായിട്ടില്ല. കേട്ടാൽ എന്ത് ഭ്രാന്താണ് പറയണതെന്ന് തോന്നും. ഈ ഭാഗവതം പറയണതാണ്, നമ്മൾ പറയണതേ അല്ല. എല്ലാം തോന്നിക്കുകയാണ് ചെയ്തത് മായ കൊണ്ട്. മനസ്സിലാക്കണം വെച്ചാൽ 3-ാമത്തെ അധ്യായം പ്രഥമ സ്കന്ധം നോക്കണം. ആദ്യത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായം അജസ്യ അകർത്തു അജനസ്യ ച, കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ കർമ്മം ചെയ്യാത്ത ഭഗവാൻ, ജനിക്കാത്ത ഭഗവാൻ ജനനമെടുത്തു എന്ന് തോന്നിക്കുകയാണ്. അത് വലിയൊരു സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്ന അസത്യമാണ്. പക്ഷേ ആ അസത്യത്തിന് സത്യത്തിൻ്റെ വിലയുണ്ട്. എന്തിന്? എന്ത് കാരണം കൊണ്ട്? സത്യത്തിലേക്ക് എത്തിക്കാനുള്ള അസത്യമാണ്. മാർഗം അവിടെ വിഷയമല്ല. അസത്യത്തിൻ്റെ മാർഗം സ്വീകരിക്കാവോ? സ്വീകരിക്കാം. ലക്ഷ്യത്തിലെത്താൻ ഏത് മാർഗവും സ്വീകരിക്കാമെന്നാണ് ഭാഗവതം പറയണത്. ഭാരതവും തന്നെ പറയണത്. അതുകൊണ്ടാണ് ഒരു വ്യക്തിയെ ത്യജിച്ചാൽ ഒരു കുടുംബം നേരെയാവുമെങ്കിൽ ആ വ്യക്തിയെ ത്യജിക്കാം. കുടുംബമാണ് നേരെയാവേണ്ടത്. ഒരു ഗ്രാമം ത്യജിച്ചാൽ ഒരു രാജ്യം നേരെയാവുമെങ്കിൽ ആ ഗ്രാമം ത്യജിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ തന്നെ 4 കളവ് ഭാരതയുദ്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണെന്നൊന്നും ഇപ്പം ഞാൻ പറയണില്ല, ദീർഘിച്ചു പോവും. അപ്പോൾ ആ അസത്യം എന്തിനു പറഞ്ഞു? ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്ന പോലെ ഇതെല്ലാം ഇല്ലാത്തതാണ്, ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് അതിലേക്ക് കൊണ്ടുവരിക. മാം ഖേദയത്തേത് അജസ്യ ജന്മ, ജനിക്കാത്ത ഭഗവാന്റെ ജന്മം വിഡംബനം യത് വസുദേവഗേഹേ. ഒരു വസുദേവൻ്റെയും ദേവകിയുടെയും പുത്രനായിട്ട് ജനിക്കേണ്ട ആളാണോ ഭഗവാൻ? ഭാഗവതത്തിന് തന്നെ സങ്കടം തോന്നുന്നു അത് പറയുമ്പോൾ. ബ്രജേച വാസ ഒരിഭയാദിവസ്വയം, ശത്രുഭയം നിമിത്തം രാജധാനിയിൽ നിന്ന് ഓടിപ്പോയി ജരാസന്ധനെ പേടിച്ച് സമുദ്രത്തിലേക്ക് ഓടിപ്പോയതിനെ പറയാവണം. അത് വ്യക്തമാക്കിയിട്ടില്ല, പേടിച്ചു പോയി ശത്രുവിനെ പറഞ്ഞുള്ളൂ. പക്ഷെ ഇങ്ങനൊരു സംഗതി ഉണ്ടായിട്ടുണ്ട്. മധുരാപട്ടണം വിട്ടുപോയി ഭഗവാൻ. ആരെ പേടിച്ചിട്ട്? ഒരു ജരാസന്ധനെ പേടിക്കേണ്ട ആളാണോ ഭഗവാൻ? ഭീമന് കൊല്ലാൻ കഴിഞ്ഞു, എന്നിട്ട് വേണ്ടേ ഭഗവാന് കൊല്ലാൻ കഴിയാതിരിക്കാൻ? ഒരു സങ്കല്പം കൊണ്ട് കൊല്ലാം ജരാസന്ധനെ. എല്ലാം അഭിനയം മാത്രം. പേടിച്ചിട്ട് എന്നവനെ പോലെ ദ്വാരകയിലേക്ക് പോയി, സമുദ്രത്തിലേക്ക് പോയി. വ്രജേച വാസോ അരിഭയാദിവസ്വയം, അരി ശത്രു, ശത്രുഭയം കൊണ്ട് എന്ന പോലെ പുരാത് വ്യവാസീത് യദനന്തവീര, പുരത്തിൽ നിന്ന് ഓടിപ്പോയി. ഇങ്ങനെയുള്ള അഭിനയങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. ഭഗവാൻ ശത്രുവിനെ പേടിക്കുമോ? ഭഗവാൻ ആരെങ്കിലും പേടിയുണ്ടോ? അങ്ങനെ എന്നെ അത് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് ഉദ്ധവൻ അനുസ്മരിക്കുകയാണ്. എന്തെല്ലാം അഭിനയങ്ങളാണ് ഭഗവാൻ ചെയ്തത്. ദുനോതി ചേതസ്മരതോ മമേതൽ യഥാഹപാദ അഭിവന്ദ്യപിത്രോ താദാംബകം സാധുരുശങ്കിതാനാം
പ്രസീദതന്നോ കൃതനിഷ്കൃതീനാം. ഇനി പറയണം, പിത്രോ മാതാവിൻ്റെയും പിതാവിൻ്റെയും പാദൗ പാദങ്ങളെ, രണ്ടായതുകൊണ്ടാണ് ഔ എന്ന് പറഞ്ഞത്, പാദങ്ങളെ അഭിവന്ദ്യ അഭിവാദനം ചെയ്തിട്ട്, താത അമ്പ പിതാവേ മാതാവേ ഇപ്രകാരം പറഞ്ഞ്, താത അമ്പ കംസാത് കംസനിൽ നിന്ന്, ഒരു ശങ്കിതാനാം അധികം ശങ്കിച്ചവനും, ആകൃത നിഷ്കൃതീനാം പ്രത്യുപകാരം ചെയ്യാത്തവരും ആയ ഞങ്ങളുടെ പേരിൽ പ്രസാദിക്കണേ എന്ന് പറഞ്ഞു. കംസൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന് അമ്മയെയും അച്ഛനെയും മോചിപ്പിച്ചിട്ട് അവരുടെ കാക്കൽ വീണു ഭഗവാൻ. അച്ഛാ, ഇതൊക്കെ നമ്മൾ മതത്തിൽ നിന്ന് പഠിക്കേണ്ടത്. മതഗ്രന്ഥമായാലും ഭാഗവതമായാലും ബൈബിളായാലും ഖുർആനായാലും ഇത്തരം കാര്യങ്ങൾ ഒരേ സ്വരത്തിൽ തന്നെയാണ് പറയുന്നതെന്നാണ് എൻ്റെ തോന്നൽ. വ്യത്യാസമില്ല. എന്തിന് വ്യത്യാസം കാണണം? മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പറയാത്ത ഒരു മതവും ഈ ലോകത്തിലില്ല. ഉണ്ടോ? ഇല്ല. ആ ഐക്യത്തിൻ്റേതായ തന്തുവാണ് നമ്മൾ കാണേണ്ടത്, വിഘടനത്തിൻ്റെ തന്തുവല്ല. അതുകൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോണില്ല. അപ്പം ഇവിടെ എന്തേ ഭഗവാൻ പറഞ്ഞത്? അമ്മേ അച്ഛാ, ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അതൊക്കെയാണ് പഠിക്കേണ്ടത്. മറ്റേതെന്തിനു പഠിക്കണം? താത അമ്പ കംസാത് ഉരുശങ്കിതാനാം അകൃതനിഷ്കൃതീനാം. യാതൊരു ഉപകാരം അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടി സഹിച്ചതായിട്ടുള്ള ആ ത്യാഗത്തിന് യാതൊരു പ്രത്യുപകാരവും ചെയ്യാത്ത ഞങ്ങളുടെ നേരെ നീരസം ഉണ്ടാവരുതേ. അപ്പം ആരാണ് പ്രത്യക്ഷ ദൈവതം? അച്ഛനും അമ്മയും തന്നെയാണ്. ഇതി യത് ആഹ എന്ന് പറഞ്ഞതും ഞാൻ ഓർക്കുന്നു വിതുര. ഉദ്ധവൻ പറയാണ്. എത്ര നല്ല കാര്യങ്ങൾ നമുക്ക് ഓർക്കാനുണ്ട് അല്ലേ? തദുനോതി ചേതസ്മരതോ മമേതൽ യദാഹ പാദാവഭിവന്ദ്യ പിത്രോ. ആർക്കെങ്കിലും തർക്കമുണ്ടോ ഇതിലൊക്കെ? താതാംബ കംസാദുരുശങ്കിതാനാം പ്രസീദതാം നോ അകൃത നിഷ്കൃതീനാം. നിങ്ങൾ ചയിച്ച ത്യാഗത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഞങ്ങളോട് നേരെ പ്രസാദിക്കണേ എന്നും പറഞ്ഞു. പ്രസീദതം. ആ ഭഗവാന്റെ ലീലയും എൻ്റെ മനസ്സിൽ ഓർമ്മയായി കിടക്കുന്നു വിതുര എന്ന് ഉദ്ധവൻ പറയുകയാണ്. കോവ അമുഷ്യാംഗ്രിസരോജരേണം വിസ്മർത്തുമീശീത പുമാൻ വിചിക്രൻ യോ വിസ്ഫുരഭ്രൂവിടവേന ഭൂമേർ ഭാരംകൃതാന്തേന തിരച്ചകാര. യാതൊരുവൻ വിസ്ഫുരത് ഭ്രൂവിടവേന ചലിക്കുന്ന പുരികക്കൊടിയാകുന്ന കൃതാന്തേന അന്തകനാൽ. ഭഗവാന്റെ പുരികക്കൊടി ഒന്ന് ചലിച്ചാൽ മതി, പലതും ഇവിടെ ഇല്ലാണ്ടാവും എന്നാണ്. ദേഷ്യമാണ് ഈ പുരികക്കൊടി ചലിക്കുക എന്നുള്ളതൊരു പ്രയോഗമാണ്. ദേഷ്യപ്പെട്ടാൽ ഭൂമേ ഭാരം തിരശ്ചകാര, ഭൂമി ഭാരം അവിടെ നിൽക്കും, ഇല്ലാണ്ടാവും. ഭഗവാനൊന്ന് നെറ്റി ചുളിച്ചാൽ മതി, എന്തുണ്ടാവാൻ? ഇവിടെ സർവ്വം ഇല്ലാണ്ടാവാൻ. ദേഷ്യം വന്നാൽ എന്നർത്ഥം. നെറ്റി ചുളിക്കുക എന്ന് പറഞ്ഞാൽ സംഹാരം എന്ന് പറയുമ്പോൾ കോപത്തിൻ്റെ ഒരു ഭാവമാണല്ലോ. അമുഷ്യ ഇവൻ്റെ അംഗ്രിസരോചരേണം പാദപത്മധൂളിയെ വിചിക്രൻ ശ്രദ്ധയോടെ ആക്രാണിച്ചിരിക്കുന്ന ഏതൊരു പുമാൻ, ഏതൊരു പുരുഷൻ ആ ഭഗവാനെ മറക്കും, അല്ലെങ്കിൽ മറക്കാൻ ശക്തനാവും. ഭഗവത് പാദപത്മത്തെ ഒന്ന് നേരെ മനസ്സിൽ കണ്ടാൽ പിന്നെ അതിനെ മറക്കില്ല. അതിനെ മറക്കില്ല എന്ന് പറഞ്ഞാൽ മറ്റൊന്നും മനസ്സിൽ ഓർക്കുകയില്ല എന്നർത്ഥം. ഓർത്താലല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ. കോവ അമുഷ്യാംഗ്രിസരോചരേണും വിസ്മർത്തുമീശീത പുമാൻ വിചിക്രൻ. വിചിക്രൻ എന്ന് പറഞ്ഞാൽ മണത്തിട്ട് ഭഗവത് പാദധൂളിയുടെ ഒരു ഗന്ധം ഏറ്റാൽ
യോ വിസ്ഫുരത് ഭ്രൂവിടഭേന ഭൂമേർ പുരികക്കൊടി ഒന്ന് ചുളിച്ച് ഭൂമിഭാരത്തെ തീർക്കുന്ന ഭഗവാൻ വിശേഷണമാണ്. ഭാരം കൃതാന്തേന തിരശ്ചകാരോ, ഭൂമിഭാരത്തെ തീർക്കുന്ന ആളാണ് ഭഗവാൻ. ആ ഭഗവാനെ ഭക്തിയോട് കൂടിയിട്ട് മനസ്സിൽ സ്മരിച്ച് യാതൊരു തരത്തിലുള്ള വിദ്വേഷമോ മാത്സര്യമോ മനസ്സിൽ വളർത്താതെ ഏതൊരാൾക്കാണ് ഇരിക്കാൻ പറ്റാണ്ടിരിക്കുക, എല്ലാവരും അങ്ങനെയാവും, നന്നാവും എന്നർത്ഥം. ഇനി അടുത്തതായിട്ട് ദൃഷ്ടാഭവദ്ഭിർനനരാജസൂയേ ചൈദ്യസ്യ കൃഷ്ണം ദിഷതോ വിസിദ്ധി യാം യോഗിനഃ സംസ്പൃഹയന്തി സമ്യ യോഗേന കർത്തദ്വിരഹം സഖേത. രാജസൂയേ, രാജസൂയത്തിൽ കൃഷ്ണദിഷത ചൈത്യസ്യ, കൃഷ്ണനെ എതിർക്കുന്ന ശത്രുഭാവേന കാണുന്ന ശിശുപാലൻ്റെ സിദ്ധി പരഗതി ലാഭം മോക്ഷം, മോക്ഷം ഭവദ്ഭി ഭവാന്മാരാൽ കാണപ്പെട്ടുവല്ലോ വിതുരനോട് പറയണം. ഇവിടെ പൂചക ബഹുവന വചനമാണ്. ഭവദ്ഭിർ എന്ന് പറഞ്ഞാൽ നിങ്ങളാൽ, നിങ്ങളാൽ ത്രാമത്തെ വിഭക്തി 5 6 അങ്ങോട്ട് പോകും അല്ലേ. പ്രഥമാദ്വിതീയ എന്ന് പറയുമ്പോൾ അങ്ങളാൽ ഭവദ്ഭിർ നിങ്ങളാൽ കാണപ്പെട്ടതാണ്. ഈ വിതുരനും ആ സദസ്സിലുണ്ടായിരുന്നു. ശത്രുവായിട്ടുള്ള ശിശുപാലന് മോക്ഷം കൊടുത്തു ഭഗവാൻ. ജനിച്ച ഉടനെ ഈ ശിശുപാലൻ കൃഷ്ണനെ ചീത്ത പറഞ്ഞിട്ടേ ഉള്ളൂ, ഒരു നല്ലത് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ആ ശിശുപാലന് വിദ്വേഷഭക്തിയിൽ കൂടെ മോക്ഷം കൊടുത്തു. അപ്പം ഇങ്ങോട്ട് എന്തെങ്കിലും കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതേപോലെ തന്നെ അങ്ങോട്ട് കാണിച്ചോളണം എന്നുണ്ടോ? വെളിച്ചം കൊണ്ടല്ലേ ഇരുട്ടിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. ആ തത്വമല്ലേ കൃഷ്ണൻ ഉടനീളം കാണിച്ചത്. രാമനും അതെ, ബലരാമനല്ല ശ്രീരാമൻ. വെളിച്ചം കൊണ്ട് മാത്രമേ ഇരുട്ടിനെ നമുക്കില്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. ചൈത്യസ്യ കൃഷ്ണ ദിശതോപി, തന്നെ എതിർക്കണ ആളാണ് ശിശുപാലൻ. ആ ശിശുപാലന് മോക്ഷം കൊടുത്തു ഭഗവാൻ, നരകം കൊടുത്തില്ല. കാരണം ശിക്ഷയേക്കാൾ നല്ലത് എന്തെങ്കിലും കൊടുക്കുകയാണ് എന്നൊരു തിയറിയുണ്ട് ചിലർക്ക്. ശിക്ഷ വേണ്ടോടത്ത് ശിക്ഷ തന്നെ വേണം എന്ന് ചിലർ പറയുന്നുണ്ട്. 2 വേർഷനാണ്. അതിനേക്കാൾ എഫക്റ്റീവാണ് എന്തെങ്കിലും നൽകാം എന്ന് പറഞ്ഞ് അയാളുടെ തെറ്റിനെ തിരുത്തൽ എന്നൊരു വേർഷനും ഉണ്ട്. ഭഗവാൻ ഇവിടെ ആ ഒരു തത്വമാണ് സ്വീകരിച്ചത്. ചൈത്യസ്യ കൃഷ്ണം ദിശതോപി സിദ്ധി, എതിർത്തിട്ടും സിദ്ധി കൊടുത്തു, മോക്ഷം കൊടുത്തു. അപ്പം ശിശുപാലന് മനസ്സിലായി കൃഷ്ണനെ എതിർക്കപ്പെടേണ്ട ആളല്ല. എത്ര വേഗം കഴിഞ്ഞു, ശത്രുവിനെ മിത്രാക്കി മാറ്റലേ എത്ര വേഗം കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശിശുപാലനെ ഭഗവാൻ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ശിശുപാലൻ ഭഗവാന്റെ മിത്രമാവില്ല, ഒരിക്കലും മിത്രമാവില്ല. ശിക്ഷിക്കും തോറും ശത്രുത്വം കൂടും, ശത്രുത്വം കൂടും തോറും ശിക്ഷിക്കും, ശിക്ഷിക്കും തോറും ശത്രുത്വം കൂടും. ഇതിങ്ങനെ കൂടുകയുള്ളൂ. ശരിയല്ലേ? അപ്പോൾ എന്താ ഭഗവാൻ അവിടെ അപ്ലൈ ചെയ്ത ടെക്നിക്ക്? ശിശുപാലനെ ശാശ്വതമായിട്ട് തൻ്റെ ആളാക്കി മാറ്റുക. നല്ല നയല്ലേ, നയതന്ത്രമല്ലേ അവിടെ ചെയ്തത്. തന്നോടുകൂടിയാണ് ചേർത്തു. അത് തന്നെ യാം യോഗിന സംപ്രഹയന്തി സമ്യക് യോഗേന കർത്തൽ വിരഹം സഹേത. ശത്രുവിനെ പോലും മിത്രമായി കണ്ട് തൻ്റെ ആളാക്കി മാറ്റുന്ന പരമമായ എന്താ പറയേണ്ടത് ടെക്നിക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ എന്താ പറയേണ്ടത് പെട്ടെന്ന് കിട്ടുന്നില്ല. പെട്ടെന്ന് തൻ്റെ മിത്രമാക്കി മാറ്റുന്നതായിട്ടുള്ള തന്ത്രം എന്ന് പറയാം. തന്ത്രം പ്രയോഗിച്ച കൃഷ്ണൻ എത്രമാത്രം നമുക്ക് ജീവിതത്തിൽ ഓരോന്ന് കാണിച്ചു തരുന്നു. ആ ഭഗവാന്റെ വിരഹം ആര് സഹിക്കും? ചോദിക്കുകയാണ് ഉദ്ധവൻ. ശത്രുവിനെ പോലും മിത്രമായി കണ്ട് മുക്തി നൽകി അവനെ മിത്രമാക്കി മാറ്റുന്ന അപാര തന്ത്രശാലിയാണ് കൃഷ്ണൻ. ഒരുവിധ ആൾക്കാരൊക്കെ അതിൽ വീഴും. അത്രയും ഗുരുത്തം കെട്ടവൻ മാത്രമേ അങ്ങനെ ആവാണ്ടിരിക്കുള്ളൂ. രാവണൻ അങ്ങനെയല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കണ്ട. രാവണൻ നന്നായിട്ട് അറിയാം
ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കില്ല അഖിലേശൻ. ഭക്തി ഇവിടെ നടപ്പാവില്ല. അതുകൊണ്ട് അദ്ദേഹം വിദ്വേഷഭക്തി സ്വീകരിച്ചതാണ്. രാമൻ ആരാണ് എന്ന് രാവണന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് സീതയെ അപഹരിച്ചത്. ജയിച്ചാൽ സുഖമായിട്ട് വഴിക്കാം, അഥവാ തോറ്റാലോ മുക്തിയാണ് കിട്ടുക. രാവണന് ബുദ്ധിയില്ല എന്ന് ആരേ പറഞ്ഞ്? 10 തലയുടെ ബുദ്ധിയാണ്. അതാണ് 10 തല. അപ്പോൾ അതിലുണ്ട് മിത്രത്വം എന്ന് പറഞ്ഞു വരികയാണ്. ശത്രുവിനെ പോലും മിത്രമാക്കി മാറ്റുക. തഥൈവ ചാന്യേ നരലോകവീര യാഹവേ കൃഷ്ണമുഖാരവിന്ദം നേത്രേപി ബന്ധോ നയനാഭിരാമം പാർത്ഥാത്രഭൂത പദമാപുരസ്യ. തഥാ ഏവ അപ്രകാരം തന്നെ ആഹവേ യുദ്ധത്തിൽ അന്യേ യേ നരലോക വീര ഒരുപാട് വീരന്മാർ ശത്രുക്കൾ നയനാഭിരാമം നേത്രങ്ങളെ ആനന്ദിപ്പിക്കുന്ന കൃഷ്ണമുഖാരവിന്ദം കൃഷ്ണൻ്റെ താമരപ്പൂ പോലത്തെ മുഖം കണ്ട് പാർത്ഥാസ്ത്രപൂത അർജുനൻ്റെ അസ്ത്രമേറ്റ് പരമപദത്തെ പ്രാപിച്ചു. നോക്കണം ഭഗവാന്റെ ലീലകൾ. കൗരവർ ശത്രുക്കളാണെന്ന് വിചാരിച്ചിട്ട് മുക്തി കിട്ടാതിരുന്നില്ല. കൗരവന്മാർക്ക് അത്ര ആദ്യം മുക്തി കിട്ടിയത് എന്താ അറിയോ? അവർ ഭഗവാന്റെ മുഖം കണ്ടിട്ട് മരിച്ചു, യുദ്ധം ചെയ്തു. പാണ്ഡവന്മാർ പിന്നാപ്പുറം കണ്ടിട്ടാണ് യുദ്ധം ചെയ്തത്. കൃഷ്ണനല്ലേ മുമ്പിൽ, അവർക്ക് വേണ്ടി മുമ്പിൽ നിൽക്കുന്നത് കൃഷ്ണ. ഒരു മെല്ലെ മാത്രമേ മുക്തി കിട്ടിയുള്ളൂ. മെല്ലെ കിട്ടിയുള്ളൂ. വേഗം കിട്ടിയത് ആർക്കാ? കൗരവന്മാർക്കാണ്. അപ്പോൾ ഭഗവാൻ എവിടെ ഭേദബുദ്ധി? ആലോചിച്ച് പോകും. ഭഗവാന് ഭേദബുദ്ധി ഇല്ല. ഇന്ന ആൾ ശത്രു, ഇന്ന ആൾ മിത്രം, ഇന്ന ആൾ ഒരാൾ, മറ്റൊരാൾ വേറെ തരം, അങ്ങനെ ഇല്ല. ഇതൊക്കെ മാറാനാണ് ഈ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ. ഒരിക്കലും ഇതൊന്നും വർദ്ധിപ്പിക്കാനല്ല, മാറണം. നേത്രേപ്പി ബന്ധോ നയനാഭിരാമം പാർത്ഥാത്രഭൂത പദമാപുരസ്യ. ആ ശത്രുക്കൾക്ക് പോലും മുക്തി നൽകി ഭഗവാൻ. ശത്രുക്കൾ പോലും ഭഗവാനിലെത്തി. സ്വയം സാമ്യാതിശയത്രദീശ സാരാജ്യലക്ഷ്മ്യാപ്ത സമർത്ഥകാമ ബലിംഘര ബിച്ചിരലോകപാലൈ കിരീടകോട്യേടിതപാദപീഡ. ഉദ്ധവൻ പറയണം, സ്വയം തൂ അദ്ദേഹമാകട്ടെ അസാമ്യാതിശയ സമനായും അതിശയനായും മറ്റൊരുവൻ ഇല്ലാത്തവൻ. ഭഗവാന് തുല്യം വയ്ക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ത്രിയധീശ 3 ലോകത്തിൻ്റെ അധിപൻ. 3 ലോകം എന്ന് പറഞ്ഞാൽ 14 ലോകമാണ്. 7 അധോലോകങ്ങളും ഭൂലോകവും 6 ഊർധ്വലോകങ്ങളും 3 ലോകമാണ്. വിസ്തരിച്ച 14 ലോകം, ചുരുക്കി പറയുമ്പോൾ 3 ലോകമാണ്. ആപ്ത സമസ്ത കാമങ്ങളെയും പ്രാപിച്ച് ബലിം ഹരബി ബലിയെ സമർപ്പിക്കുന്ന ചിരലോകപാലൈ ചിരകാലം നിൽക്കുന്ന ലോകങ്ങളുടെ പാലകന്മാരാൽ കിരീടകോട്യേടിത പാദപീഡ അനവധി രാജാക്കന്മാർ ഭഗവാന്റെ കാൽ നമസ്കരിച്ചു. ഭഗവാൻ നിസ്തുല്യനും നിരതിശയനും ത്രിലോകാധിപനും അല്ലേ, സ്വരൂപ ആനന്ദ അനുതൃപ്തനുമാണ്. അങ്ങനെയുള്ള ഭഗവാനെ രാജസൂയത്തിൽ ധർമ്മോത്തർ നടത്തിയിട്ടുള്ള രാജസൂയത്തിൽ എത്രയെത്ര രാജാക്കന്മാർ ധർമ്മോത്തർക്ക് കപ്പം കൊടുത്ത് ശ്രീകൃഷ്ണനെ വന്ദിച്ചു. എത്ര ആൾക്കാരാണ് രാജസൂയത്തിന് വന്നത്? ആ വന്നവരൊന്നും അധികവും ധർമ്മോത്തരുടെ രാജസൂയം കാണാനല്ല അത്രേ വന്നത്. എന്തിനാ വന്നത്? ധർമ്മോത്തരുടെ രാജസൂയത്തിനെ കാണാൻ എന്ന വ്യാജേന ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട് നമസ്കരിക്കാൻ വന്നതാ എന്നാണ് പറയുന്നത്. അതിപ്പോൾ അങ്ങനെയായിട്ട് പറയുകയല്ലോ, എന്ത് ധർമ്മോത്തര ഞാൻ കൃഷ്ണൻ അങ്ങനെ പറയുകയല്ലോ, അതുകൊണ്ട് പറഞ്ഞില്ല, അത്രയേ ഉള്ളൂ. എല്ലാവരുടെയും ഉള്ളിലെന്താ അറിയോ?
കൃഷ്ണ എന്ന് കാണാലോ. ആ പാദപത്മത്തിലൊന്ന് നമസ്കരിക്കുക എന്ന് വെച്ചാൽ അതിലും വലിയ ഗുണം ഈ ലോകത്തിൽ എന്താ ഉള്ളത്? ദശാശ്വമേധസ്യ കൃഷ്ണ പ്രണാമി. 10 അശ്വമേധം ചെയ്താൽ കൃഷ്ണൻ്റെ പാദത്തിൽ ഒന്ന് നമസ്കരിച്ചതിന് തുല്യമാവില്ല എന്ന് പറയുന്നുണ്ട് ഭാരതത്തിൽ. 10 അശ്വമേധം ചെയ്താൽ. 10 അശ്വമേധം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഉറുപ്പ്യ ചിലവാക്കി കർമ്മങ്ങൾ ചെയ്തിട്ട് വേണം അശ്വമേധം ചെയ്യാൻ. ഈ കർമ്മത്തിലൊന്നും ഭാഗവതം വലിയ പ്രാധാന്യം കൊടുക്കണില്ല കേട്ടോ. കർമ്മമല്ല നമ്മളെ അവിടേക്ക് എത്തിക്കുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലത്തെ കർമ്മം അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അത് പറയുന്നില്ല, അത് നന്നാവണം. ഈ ഈശ്വര പൂജ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഈ മണിയടി ഉണ്ടല്ലോ, അവിടെ ഉദ്ദേശം. അതൊക്കെ മനഃശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടും രോചനാർത്ഥ ബലശ്രുതി, ഇത് വേദത്തിൽ തന്നെ പറയണു. ഭക്തിക്ക് വേണ്ടിയുള്ള ഒരു മാർഗം അത്രയേ ഉള്ളൂ. അതിനേക്കാളും ഒക്കെ കേമാണ് കൃഷ്ണനെ മനസ്സോട് കൂടിയിട്ടാണ് നമസ്കരിച്ചാൽ. ഒന്ന് നമസ്കരിക്കാനായിട്ട് സാധിച്ചാൽ, അത് എങ്ങനെ നമസ്കരിക്കണം? വിനയത്തോടു കൂടി നമസ്കരിക്കണം. അതിൻ്റെ വില, അതിൻ്റെ ഗുണം എത്ര കർമ്മം ചെയ്തിട്ടും കിട്ടില്ല എന്ന് ഉറപ്പിച്ച് ഭാഗവതം വ്യക്തമായിട്ട് പറയണു. ഭാരതത്തിലാണ് പറയണം. ദശാശ്വമേധം ചെയ്താൽ പോലും കൃഷ്ണനെ ഒന്ന് നമസ്കരിച്ച ഫലത്തിൻ്റെ അവിടെ എത്തില്ല. മനഃശുദ്ധി ഉണ്ടാവണം. അത് ഭഗവാന്റെയും സത്സംഗം കൊണ്ടേ ഉണ്ടാവും. കർമ്മം ചെയ്ത് കർക്കശാവുക ചെയ്യുക മനസ്സ്. ഇന്ന് വരെ ആർക്കും അത്ര മനഃശുദ്ധിയൊന്നും കർമ്മം കൊണ്ട് കിട്ടിയിട്ടില്ല. സ്വയം ത്വസാമ്യാതിശയത്രദീശ സ്വരാജ്യലക്ഷ്മ്യാപ്ത സമസ്തകാമ. സ്വന്തം ആനന്ദത്തിൽ രാജ്യലക്ഷ്മി ആകുന്ന ഐശ്വര്യത്താൽ സമസ്തകാമങ്ങളെയും പ്രാപിച്ചതായിട്ടുള്ളവൻ ബലിയെ സമർപ്പിക്കുന്ന ചിരകാലം നിൽക്കുന്ന ലോകങ്ങളുടെ പാലകന്മാരാൽ നമസ്കരിക്കപ്പെട്ടു. എത്ര ലോകപാലന്മാരാണ് തൻ്റെ രാജ്യലക്ഷ്മി ഭഗവാനിൽ സമർപ്പിച്ച് ആ രാജസൂയത്തിനെയാണ് ഇവിടെ ഓർക്കുന്നത്, ഭഗവാനെ നമസ്കരിച്ചത്. തത്തസ്യ കൈങ്കര്യമലം മൃതാംനോ വിക്ലാപയത്യങ്കയതുഗ്രസേനം തിട്ടം നിഷണ്ണം പരമേട്ടിധിഷ്ണിയെ നിബോധയ ദേവനിധാരയേതി. പറയണ പരമേഷ്ടിധിഷ്ണിയെ, സിംഹാസനത്തിൽ ഇരിക്കുന്ന നിഷണ്ണ ഉഗ്രസേനനോട് നിന്നും കൊണ്ട്, ഭഗവാന്റെ വിനയം ഓർക്കണം, നിന്നും കൊണ്ട് ഇതി നിബോധയത് ഇപ്രകാരം പറഞ്ഞു. ഞാൻ എന്താണ് രാജാൻ വേണ്ടത്? ഭഗവാൻ ചോദിക്കുകയാണ്. ഒരു കിങ്കരനായിട്ട് നിന്ന് ഉഗ്രസേനോട് ചോദിച്ചു, തൽ കൈങ്കര്യം വൃതാംന, ഭൃത്യന്മാരായിട്ടുള്ള ഞങ്ങളെ വളരെയേറെ അത്ഭുതപ്പെടുത്തുന്നു ഭഗവാന്റെ ഈ വക അഭിനയങ്ങൾ. ത്രിലോകനാഥനായിട്ടുള്ള ഭഗവാൻ ഉഗ്രസേനൻ്റെ മുമ്പിൽ നിന്ന് ചോദിക്കുക, എന്താ വേണ്ടച്ചാൽ പറഞ്ഞോളൂ, ഞങ്ങൾ ഭൃത്യന്മാരാണ് കേട്ടോ. ഭഗവാൻ ഭൃത്യനാണത്രേ. വൃതാന്ന, ഭൃത്യന്മാരായ ഞങ്ങളെ അത് വിഷമിപ്പിക്കുന്നു. കൈങ്കര്യം എന്നുള്ള വാക്കാണ് ഇവിടെ പ്രയോഗിച്ചത്. കൈങ്കര്യം, ആ ഉഗ്രസേനോട് കൈങ്കര്യം ഭഗവാൻ സ്വീകരിച്ചു. കൈങ്കര്യം ഇത് ഭൃത്യന്മാരായിരിക്കുന്ന ഞങ്ങൾക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നു എന്ന് തവൻ പറയണം. തവൻ ഭഗവാന്റെ കിങ്കരനാണല്ലോ. തത്തസ്യ കൈങ്കര്യമലം മൃതാന്നോ, രാജാവിനോട് എന്ത് വേണമെച്ചാലും പറഞ്ഞാലും എന്ന് പറഞ്ഞ് നിന്നിട്ടുള്ള വിഗ്ലാപയത്യങ്ക ഞങ്ങളെ വിഷമിപ്പിക്കുന്നു. ഉഗ്രസേനൻ്റെ മുമ്പിൽ സിംഹാസനത്തിലിരിക്കുകയാണ് ഉഗ്രസേനനെ, ഭഗവാനല്ല ഇരിക്കണം. എന്നിട്ട് ആ ഉഗ്രസേനോട് പറഞ്ഞു, ഞങ്ങൾ എന്ത് വേണമെങ്കിലും അങ്ങേക്ക് വേണ്ടി ചെയ്യാം, പറയുക വേണ്ടു എന്നങ്ങനെ പറഞ്ഞു നിന്നിട്ടുള്ള ഭഗവാന്റെ ഭാവം ഞങ്ങളെ വിഷമിപ്പിക്കുന്നു. അഹോപകീയം തനകാളകൂടം ജിഗാംസയാ പായതപ്യസാത്തി ലേപേഗതിം ധാതൃജിതം തദോന്യം കമ്പാദയാലും ശരണം വ്രജേമ. ഭാഗവതത്തിൽ താല്പര്യം ഉണ്ടാവാൻ, ഈ ശുഗന് താല്പര്യം ഉണ്ടാവാൻ ഒരു കാരണാത്രേ ഈ ശ്ലോകം. ശത്രുക്കളെ മിത്രമായിട്ട് കാണുന്ന ഭഗവാന്റെ തന്ത്രം.
അല്ലാത്തൊരു തന്ത്രമാണത്. നമ്മൾ പഠിച്ചിട്ടില്ല, അത് പഠിക്കണം. അഹോബഗീയം തനകാളകൂടം. നമുക്ക് ആ ഭഗവാന് വിഷം തേച്ച മുലപ്പാൽ കൊടുത്തു പൂതന. ഇതിലധികം ഒരു പാപം ഇനി ഒരാൾ ചെയ്യാനുണ്ടോ? ഈശ്വരന് നിവേദ്യം സമർപ്പിച്ചത് എന്താണ്? നിവേദ്യമായിട്ട് കൊടുത്തത് വിഷം കൊടുത്ത ചേർത്ത മുലപ്പാലേ. ആലോചിച്ച് നോക്കണം. ജിഗാംസയ അപായത പ്യാസാധി ദുഷ്ട. ഇതിലും വലിയ ദുഷ്ടത്തരം ഉണ്ടോ ലോകത്തിൽ വേറെ? ആ ഭഗവാനോ ആ പൂതനയ്ക്ക് കൊടുത്തത് ലേഭേ ഗതിൻ ധാത്രി ഉചിതം. അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തത്. ആലോചിച്ച് നോക്കൂ. അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം. മുലപ്പാൽ കുടിച്ചില്ലേ വിഷമാണെങ്കിലും. അപ്പോൾ ആരാ മുലപ്പാൽ കൊടുക്കുക ഒരാൾക്ക്? അമ്മ. ധാതൃചിതാന്തധോന്യം ഒക്കെ കണ്ട് പഠിക്കേണ്ടതാണ് നമ്മൾ. ഭാഗവത്തിൽ അങ്ങനെ ഓരോ വാക്കിലും അവിടേക്കാണ് കൊണ്ടുപോവുക. ധാതൃചിതാന്തധോന്യം, ആ അമ്മയ്ക്ക് തുല്യമായിട്ടുള്ള സ്ഥാനം വിഷം കൊടുത്ത് കൊല്ലാൻ വന്ന പൂതനയോട് കാണിച്ചു. മുക്തി കൊടുത്തു അവൾക്ക്. പൂതന മോക്ഷം എന്നാ പറയുക, പൂതനാവധല്ല. കാമ്പാ ദയാലും ശരണം വ്രജേമ. ഇപ്രകാരമുള്ള ദയാലുവായിട്ടുള്ള കൃഷ്ണനെ ഒഴികെ, കൃഷ്ണനില്ലെങ്കിൽ ആരെയെ നമ്മൾ വിതുരാനി ശരണം പ്രാപിക്കുക? കൃഷ്ണന് പകരം വയ്ക്കാൻ എന്തുണ്ട് ഈ ലോകത്തിൽ? ശുഗന് ഈ ഒരു ശ്ലോകം കേട്ടപ്പോഴാണത്രേ ഭാഗവതം മുഴുവനെ കേൾക്കണം എന്ന് തോന്നിയത്. ഇത് ഏതിലത്തെ ശ്ലോകം അച്ഛാന്ന് ചോദിച്ചു. ഭാഗവതത്തിലത്തെ അത് മുഴുവൻ കേൾക്കണം എന്ന് പറഞ്ഞാണ്ട് പഠിപ്പിച്ചു എന്നാണ്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.